പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ശ്രീലങ്കയിൽ ആദ്യ ഇടത് സർക്കാർ അധികാരത്തിൽ. അനുരകുമാര ദിസനയാകെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. കൊളംബോയിലെ പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റിൽ ലളിതമായായിരുന്നു ചടങ്ങുകൾ നടന്നത്. നാഷണൽ പീപ്പിൾസ് പവർ നേതാവാണ് അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടുമെന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുമെന്നും അനുര മാധ്യമങ്ങളോട് പറഞ്ഞു. നൂറ്റാണ്ടുകളായി ശ്രീലങ്കൻ ജനത കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ അനുര ദിസനായകെ എക്സിൽ കുറിച്ചിരുന്നു. ഇന്നലെയായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമായ 50% വോട്ട് ലഭിച്ചിരുന്നില്ല. ദിസനായകെ ആദ്യഘട്ടത്തിൽ 42.3% വോട്ടും സജിത് പ്രേമദാസ 32.7% വോട്ടുമാണ് നേടിയത്. സ്വതന്ത്രനായി മത്സരിച്ച റെനിൽ വിക്രമസിംഗെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. അദ്ദേഹത്തിന് 17.27% വോട്ട് മാത്രമാണ് നേടാനായത്. തുടർന്ന് ശ്രീലങ്കയുടെ ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട വോട്ടെണ്ണൽ നടന്നു. 2022 ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ഇടതു സഖ്യത്തിന്റെ വിജയമെന്നത് ശ്രദ്ധേയമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ശ്രീലങ്കയെ കരകയറ്റാൻ അനുര കുമാര ദിസനായകയാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിനോദസഞ്ചാര മേഖലയിൽ ശ്രദ്ധേയ നേട്ടവുമായി സൗദി അറേബ്യ. അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണത്തിൽ 73% വർധനവാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും ടൂറിസം വരുമാനത്തിലും G20 രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി മുൻപന്തിയിലാണ്. ഈ വർഷം ആദ്യ 7 മാസങ്ങളിൽ 17.5 ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികളാണ് രാജ്യത്തെത്തിയത്. ഇത് രാജ്യത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളാണ് വ്യക്തമാക്കുന്നത്. എണ്ണ ഇതര വരുമാനം ലക്ഷ്യമിട്ടുള്ള സൗദി വിഷൻ 2030 സംരംഭത്തിന്റെ ഭാഗമാണ് ഈ കുതിച്ചുചാട്ടം. 2030ഓടെ 150 ദശലക്ഷം സന്ദർശകരെ സൗദിയിലേക്ക് ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ടൂറിസത്തിന്റെ സംഭാവന 6% നിന്ന് 10% ഉയർത്തുകയാണ് ദേശീയ ടൂറിസം സ്ട്രാറ്റജി ലക്ഷ്യമിടുന്നത്. സന്ദർശകരുടെ എണ്ണം, ചെലവ്, മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലേക്കുള്ള സംഭാവന എന്നിവയിൽ ടൂറിസം മേഖല ഏറ്റവും ഉയർന്ന നില രേഖപ്പെടുത്തിയതായി അന്താരാഷ്ട്ര നാണ്യനിധി റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജ നിരത്തുകളിൽ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചു. 3 ഇന്റർസിറ്റി റൂട്ടുകളിലായി 10 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. UAE കാർബൺ രഹിത പദ്ധതിയായ നെറ്റ് സീറോ 2050 പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ദുബായ്, അൽ ഹംറിയ നഗരം, അജ്മാൻ ഉൾപ്പെടെ 3 ഇന്റർസിറ്റി റൂട്ടുകളിലാണ് 10 ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ആദ്യഘട്ട സർവീസ് വിജയകരമായാൽ മറ്റിടങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത അതോറിറ്റി അറിയിച്ചു. 9 മീറ്റർ നീളവും നിരവധി സവിശേഷതകളുമുള്ള ബസ്സിന് 41 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ബസ്സിലെ താപനില ക്രമീകരിക്കാനുള്ള സംവിധാനവുമുണ്ട്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പിന്തുടരുന്ന ബസ്സിന് യൂറോപ്യൻ സുരക്ഷാ സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കി കുവൈറ്റ് ഗതാഗത മന്ത്രാലയം. നിയമലംഘകർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് എടുക്കുമെന്നും നടപടി. സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നതും മൊബൈൽ ഫോൺ ഉപയോഗവും കണ്ടെത്താൻ ഓട്ടോമേറ്റഡ് AI ക്യാമറകൾ ഉപയോഗിക്കുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് AI പോലെയുള്ള അതിനൂതന സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. രാജ്യത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത സുരക്ഷ ശക്തമാക്കുന്നത്. ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുവൈറ്റ് ട്രാഫിക് പോലീസ് കണ്ടെത്തിയത് 54,844 നിയമലംഘനങ്ങളാണ്. നിയമം കർശനമായി പാലിക്കണമെന്ന് സ്വദേശികൾക്കും പ്രവാസികൾക്കും ഗതാഗത മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബോസ്റ്റണിലും ലോസ് ആഞ്ചൽസിലും ഇന്ത്യൻ കോൺസുലേറ്റുകൾ തുറക്കുന്നു. ഇന്ത്യൻ പ്രവാസികൾക്ക് മികച്ച കോൺസുലാർ സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം. അമേരിക്കയിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനാണ് പുതിയ കോൺസുലേറ്റുകൾ തുറക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസികൾക്ക് മികച്ച കോൺസുലാർ സേവനങ്ങൾ നൽകാനും വ്യാപാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു.
ലോസ് ഏഞ്ചൽസിലെ മുൻ മേയറായ ഇന്ത്യയിലെ US അംബാസഡർ എറിക് ഗാർസെറ്റി ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. ഇന്ത്യൻ പ്രവാസികൾക്ക് മികച്ച സേവനം നൽകുന്നതിന് വിവിധ രാജ്യങ്ങളിൽ കോൺസുലാർ സേവനം വിപുലീകരിക്കുന്നുണ്ട്. ഓരോ രാജ്യവുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന്റെ സ്വഭാവമനുസരിച്ച് എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ, സ്ഥിരം ദൗത്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നു. പ്രധാന ഇന്ത്യൻ എംബസികളിൽ വാഷിംഗ്ടൺ DC, ബീജിംഗ്, ലണ്ടൻ, മോസ്കോ, ടോക്കിയോ, ബെർലിൻ, പാരീസ് എന്നിവയും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.